السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون. الله خالق كل شيء عالم وهو المحيط بكل خلق فاني وله العبادة لا شريك له بها هو وحده المخصوص بالإذعان. لا نستغيث بغيره أو نرتجي شيئا من الطاغوت والكهان. كل التضرع والتذلل والرجاء والخوف والإشفاق للديان. من يسأل المقبور يشرك عامدا ما الشرك والإيمان يجتمعان. വേദിയിലും ഈ മഹത്തായ വിജ്ഞാന മജ്‌ലിസിലും വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പുത്തനത്താണിയിൽ സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ
പ്രഭാഷണ പരിപാടിയുടെ സമാപനത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അർഹമർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമങ്ങൾ, നമ്മുടെ ഈ ഒന്നായി ചേരൽ ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇസ്ലാമും വ്യതിയാനങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഏതാനും സമയം നമുക്ക് സംസാരിക്കുവാനുള്ളത്. അല്ലാഹു പൊരുത്തപ്പെട്ട് നമുക്കെല്ലാം നൽകിയിട്ടുള്ള ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിൽ തന്നെ അടിയുറച്ച് ജീവിക്കുകയും ഇസ്ലാമിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് പോകാതെ നേരിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാനുമുള്ള പ്രാർത്ഥനയും അതിനുവേണ്ട പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ പ്രാർത്ഥന ഫലവത്തായി തീരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ശരിയായ പ്രവർത്തനങ്ങളും അതിന് വേണ്ട രൂപത്തിൽ എന്താണ് പ്രവർത്തിക്കേണ്ടതെങ്കിൽ അത് ശരിയായ നിലക്ക് നിർവഹിക്കുകയും ചെയ്യേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകി അനുഗ്രഹിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. നിഅമത്ത് എന്നാണ് ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ദീന് പൂർത്തിയാക്കി തന്നതിനെ സംബന്ധിച്ച് വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്നാണ് സൂറത്തുൽ മാഇദയുടെ ആദ്യ ഭാഗത്ത് തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചിട്ടുള്ളത്. എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. ആ തൃപ്തിയോടെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കായി നൽകിയിട്ടുള്ള ഇസ്ലാം അത് വികലമാക്കപ്പെട്ടുകൂടാ. അതിൽ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ ഒരാളെയും സമ്മതിച്ചുകൂടാ. അത് തൻ്റെ ജീവനേക്കാൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ ഒരു ബാധ്യതയാണ്. ഇത് മനസ്സിലാക്കിയവനാണ് മുസ്ലിം. ആ നിലക്ക് ഞാൻ ജീവിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. 5 നേരത്തെ നമസ്കാരത്തിലും അല്ലാഹു റബ്ബുൽ ആലമീനിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നാം പടച്ച റബ്ബുനാനോട് പറയുന്ന പ്രതിജ്ഞാവാചകത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്, വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവൻ തന്നെയാണ്. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. ഈ നിലക്കൊക്കെ ജീവിതത്തിൽ നിരന്തരം ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് നാം മുറുകെ പിടിക്കേണ്ടുന്ന ഇസ്ലാമിൻ്റെ മഹിമയും മേന്മയും അതിൻ്റെ മഹത്വവുമൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസൽമാൻ അവൻ്റെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും വൈകല്യങ്ങൾ വന്നുപോകുമോ എന്ന ഭയത്തോടുകൂടി എപ്പോഴും പരിശോധന നടത്തുകയും ചെയ്തുകൊണ്ട് സുന്ദരമായ മുസ്തഖീമായ സിറാത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കേണ്ടത് ഓരോരുത്തരുടെയും പരലോക രക്ഷയ്ക്കാവശ്യമായ കാര്യമാണ്.
എങ്കിൽ നമ്മൾ അറിയണം, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ മാനവരാശിക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങിയ ഇസ്ലാമാകുന്ന ദീന്, അത് ധാരാളം പ്രവാചകന്മാരുടെ കൈകളിലൂടെ തലമുറകളിലൂടെ മാറി മാറി വന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അങ്ങ് പൂർത്തീകരിച്ചു തന്നു. ആ ഇസ്ലാമിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അതിൻ്റെ ആദർശം മറ്റുള്ള എല്ലാ മതങ്ങളിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്ന പരമപ്രധാനമായ ഒട്ടേറെ ആദർശങ്ങളുണ്ട്. അതിൻ്റെ മുഖ്യ ഘടകമാണ്, ഒരാൾ അത് മൊഴിയുന്നതിലൂടെയാണ് ഇസ്ലാമികമായ ആ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കലിമത്തു ഷഹാദത്തുകൾ മൊഴിയുന്നതോടെയാണ്, അത് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് ഇസ്ലാമിലേക്ക് ഓരോ മെമ്പറും കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ സമുദായങ്ങളും അതാത് സമുദായങ്ങളിലേക്ക് നിയുക്തരായ ആ പ്രവാചകന്മാരിലൂടെ ഇതേ ആദർശം തന്നെ പഠിപ്പിക്കപ്പെട്ടു. ഏത് പ്രവാചകനാണെങ്കിലും ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞല്ലോ. ഏതൊരു ദൂതനെയും നാം അയച്ചിട്ടില്ല. ആ ദൂതന്മാര് മുഴുവനും ഞാനല്ലാതെ ഒരു ഇലാഹില്ല ജനങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ എന്ന് പഠിപ്പിക്കാതെ, എന്ന് പറയാതെ, എന്ന് പ്രബോധനം നടത്താതെ ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല, അത് വഹി കൊടുത്തിട്ടല്ലാതെ. ആ ദൂതന്മാർ അതാത് കാലഘട്ടങ്ങളിൽ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കാൻ നിയുക്തരായ ആ പ്രവാചകൻ ആരാണോ, ആ റസൂലിനെ നബിയായി അംഗീകരിക്കാനും പറയുന്നു, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, നിങ്ങൾ എന്നെ അനുസരിക്കുകയും ചെയ്യണേ. വ അത്തീഊൻ, നിങ്ങൾ എന്നെ അനുസരിക്കുകയും ചെയ്യണേ. ആ അല്ലാഹന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ നിങ്ങളിലേക്ക് പഠിപ്പിക്കാൻ നിയുക്തനായ ദൈവിക ദൂതനാണ് ഞാനെന്ന് ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ അനുസരിക്കണേ എന്നും അതാത് കാലഘട്ടത്തിലെ മഹാന്മാരായ മുർസലീങ്ങൾ, അമ്പിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ പ്രവാചകന്മാർ ഓരോ കാലഘട്ടങ്ങളിലും ജനങ്ങളെ പഠിപ്പിച്ച് കുറെ ആളുകൾ അംഗീകരിക്കുന്നു, ഭൂരിപക്ഷവും അതിൽ നിന്ന് തള്ളിക്കളഞ്ഞു പോകുന്നു. അതേ അവസരത്തിൽ നല്ലവരായ ജനങ്ങൾ തന്നെ കുറെ കാലം അങ്ങ് കഴിയുമ്പോ അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ദീനില്ലെന്ന് അവര് വളർത്തിയുണ്ടാക്കിയ ഒരു തലമുറ, ആ തലമുറയുടെ കാലം അങ്ങ് കഴിയുമ്പോ അമ്പിയാക്കൾ പഠിപ്പിച്ച ആദർശമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അവര് പഠിപ്പിക്കാത്ത ആശയത്തെ ആ മഹാന്മാരായ അമ്പിയാഇന്റെ മേൽ വെച്ച് കെട്ടുന്നു. ഇങ്ങനെ സുന്ദരമായ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വന്ന അമ്പിയാക്കളുടെ അനുയായികൾ കുറെ കാലഘട്ടമായി ആ അമ്പിയാക്കൾ പഠിപ്പിച്ച കാര്യത്തിൽ നിന്ന് വഴിതെന്നിപ്പോയ ചരിത്രം എമ്പാടുമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലതാ മഹാനായ ആദ്യമായിട്ട് തൗഹീദിന്റെ ഏറ്റവും പ്രധാനമായി കൊണ്ടൊരു ദഅവത്ത് നടത്താൻ വേണ്ടി നിയുക്തനായ റസൂലായിക്കൊണ്ട് നാം പരിചയപ്പെടുത്തപ്പെടാറുള്ളത് മഹാനായ നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളതാ ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയിൽ നിന്ന് തെറ്റിപ്പോയ കാലമാണ്. എന്തേ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകാൻ കാരണം? ഒരു വലിയ മുഖവിരയില്ലാതെ കാര്യത്തിലേക്ക് കടക്കട്ടെ. ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലരും ഇന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാതെ പോയ യാഥാർത്ഥ്യവും അത് തന്നെയാണ്. ആദരവ് ആരാധനയായി മാറിയതാണ്, ബഹുമാനം മൂത്ത് ആരാധനയായി മാറിയതാണ്.
ലോകത്തുണ്ടായ സർവ്വ കുഴപ്പങ്ങളുടെയും മാണിക്കല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം നമ്മോട് പലരെയും ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്ത് വന്ന മഹത്തുക്കളായ അമ്പിയാക്കന്മാരുണ്ട്, അതുപോലെ ശുഹദാക്കളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ആളുകളെ ആദരിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ് മുസ്ലിം. പക്ഷേ ആദരവ് അതിൻ്റെ പരിധി വിടുന്നു. ആദരവ് പരിധി വിട്ടുകൊണ്ട്, ബഹുമാനം അതിൻ്റെ പരിധി വിട്ടുകൊണ്ട് അമിതമായ പ്രശംസയിലേക്കും അതിരുകവിയലുകളിലേക്കും ആരാധനയുടെ അവസ്ഥയിലേക്കും അങ്ങനെ വ്യതിചലിച്ച് പോയിട്ട് സത്യദീനിന്റെ യഥാർത്ഥമായ പാതയില്ലെന്ന് ബഹുഭൂരിപക്ഷം ആളുകളും തെന്നിപ്പോകുന്നു. ഇസ്ലാമും വ്യതിയാനങ്ങളും എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തെക്കാളും ഉപരി എൻ്റെ ശ്രോതാക്കളുടെ മനസ്സിൽ പതിയേണ്ട പ്രധാന വശം അത് തന്നെയാണ്. ഈ ലോകത്ത് മനുഷ്യന്മാരെ ഒരേ റബ്ബിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലം. കാനന്നാസു ഉമ്മത്തൻ വാഹിദാ, ജനങ്ങളൊക്കെയും ഒരൊറ്റ സമുദായം, ഒരേ സമുദായമായിട്ടങ്ങനെ പടച്ച റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവന്റെ മുമ്പിൽ മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട്, അവന്റെ മുമ്പിൽ മാത്രം നമിച്ചുകൊണ്ടും വണങ്ങിക്കൊണ്ടും കഴിഞ്ഞുകൂടുമ്പോ അതാ ഇബ്ലീസ് രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയില്ലെന്ന് ആളുകളെ തെറ്റിക്കാൻ പണിയെടുക്കൽ തുടങ്ങിപ്പോയി. അതവൻ തുടക്കത്തിലെ അള്ളാനോട് പറഞ്ഞു പോന്നതാണ്. ഈ ലോകത്തേക്ക് അവനെ അയക്കുമ്പോ തന്നെ, അവനെ സ്വർഗലോകത്തിനൊന്ന് പുറത്താക്കുന്ന വേളയിൽ തന്നെ അല്ലാഹു റബ്ബുൽ ആലമീനിനോട് അവൻ പറഞ്ഞിട്ടുണ്ട്, ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. അല്ലാഹുവോട് ഇബ്ലീസ് എടുത്ത പ്രതിജ്ഞയാണ്, ലഅഖുദന്ന ലഹും, മനുഷ്യന്മാർക്ക് വേണ്ടി ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും. സിറാത്തകൽ മുസ്തഖീം, നിന്റെ നേരായ റൂട്ടിൽ തന്നെ. നീ ഏതൊരു മാർഗത്തിലേക്ക് ക്ഷണിക്കാനാണോ അമ്പിയാക്കളെ അയക്കുന്നത്, ഏതൊരു റൂട്ടിലേക്ക് ക്ഷണിക്കാനാണോ നീ വചനങ്ങൾ അവതരിപ്പിക്കുന്നത്, ആ റൂട്ടിൽ തന്നെ, നിന്റെ നേരായ റൂട്ടിൽ തന്നെ ഞാൻ ഇരിപ്പുറപ്പിക്കും. എന്തിന്? ആ റൂട്ടിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയിൽ പ്രവേശിച്ചുകൊണ്ട് ആ നിലക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ ഞാൻ സമീപിക്കും. സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം. ഞാൻ അവരുടെ മുമ്പിലൂടെ ചെല്ലും, പിന്നിലൂടെ ചെല്ലും, വലതുവശത്തൂടെ ചെല്ലും, ഇടതുവശത്തൂടെ ചെല്ലും. അഥവാ നാനാമാർഗത്തിലൂടെയും നിന്റെ അടിമകളെ ഞാൻ പഴപ്പിക്കാൻ നോക്കുക തന്നെ ചെയ്യും. അവരെ വ്യതിയാനം വരുത്താൻ നോക്കും ഞാൻ, വ്യതിചലിപ്പിച്ച് അവരെ നശിപ്പിക്കാൻ നോക്കും ഞാൻ. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട്, ഞാൻ അധ്വാനിച്ചിട്ട്, ഞാൻ നന്നായി പരിശ്രമം നടത്തിയിട്ട്, വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ മഹാഭൂരിപക്ഷത്തെയും പിന്നെ നിന്നോട് നന്ദി കാണിക്കുന്നവരായി നീ കണ്ടെത്തുന്നതല്ല. നിന്നോട് നന്ദി കാണിക്കുന്ന ആളുകൾ ചുരുക്കമായിരിക്കും. അല്ലാഹു തആല തന്നെ പറഞ്ഞല്ലോ, വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്നായി നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വിരളം തന്നെ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും നന്ദി കാണിക്കാത്തവരാണ്. അർഹമുർ-റാഹിമീനായ അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ആ മനുഷ്യൻ അനുഭവിക്കുന്നതെന്തും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. ഈ ലോകത്ത് ആർക്കെങ്കിലും പറയാനാകുമോ, ഞാൻ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ
എനിക്കത് നൽകിയിട്ടുള്ള ദാതാവ്, എനിക്കത് നൽകിയിട്ടുള്ള ആള് മറ്റാരെങ്കിലുമാണെന്ന് തെളിവ് സഹിതം പറയാൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ലല്ലോ. ഏത് നിഅമത്ത് ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യന്മാര് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്ത് നിഅമത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അത് അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. ഇതറിയാത്തവരായി ആരാ ഉള്ളത്? ഇതറിയുന്ന മനുഷ്യനൊരു ബാധ്യതയുണ്ട്. എനിക്ക് കിട്ടുന്നത് എന്നെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ആ നാഥനാണ് എനിക്കെല്ലാം നൽകുന്നതെങ്കിൽ ആ നാഥൻ എന്നോട് ലളിതമായ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. അതെന്താണ്? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണേ. അവനാണ് നിങ്ങളെ പടച്ചവൻ, നിങ്ങളുടെ മുൻഗാമികളെയും പടച്ചവൻ അവനാണ്. ഭൂമിയെ സംവിധാനിച്ചവൻ അവനാണ്. ആകാശത്തെ ഒരുക്കി തന്നവൻ അവനാണ്. ഭക്ഷ്യയോഗ്യമായ നിലക്ക് നിങ്ങൾക്ക് ഭൂമിയെ ഫലഭൂയിഷ്ടമായ നിലക്ക് ഉപകാരപ്രദമാകുന്ന ആ നിലക്ക് വളർത്തുവാൻ വേണ്ടി ഉപരിഭാഗത്ത് നിന്ന് ജലമിറക്കി തന്നവൻ അവനാണ്. ഇതൊക്കെയും നിങ്ങൾക്ക് ചെയ്ത് തന്നതിൽ ലോകത്തൊരു ശക്തിക്കും പങ്കില്ലല്ലോ. ഏതെങ്കിലും ഒരു മതക്കാരന് പറയാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു ആശയക്കാരന് പറയാൻ കഴിയുമോ? ഭൂമി പടച്ചത് വേറെ ആളാണ്, ആകാശം പടച്ചത് മറ്റൊരാളാണ്, മഴ തരുന്നത് വേറെ ഒരാളാണ്. തൻ്റെ ശരീരത്തിലെ തന്നെ ഏതെങ്കിലും ഒരു അവയവമെങ്കിലും പടച്ചത് മറ്റൊരാളാണ് എന്ന അവകാശവാദം തെളിവിലൂടെ സമർത്ഥിക്കാൻ ഈ ലോകത്ത് ജനിച്ച ഒരൊറ്റ മനുഷ്യനെ കൊണ്ടും സാധ്യമല്ലല്ലോ. ആ സാധ്യമല്ലാത്ത സംഗതിയെ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ലളിതമായ ഒരു സത്യം പറയുന്നു. ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയിലെ പ്രഥമവും പ്രധാനവുമായ ആശയം പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. ഇത്രയൊക്കെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നാഥനുണ്ടല്ലോ, ആ നാഥന് നിങ്ങൾ ഒരിക്കലും സമന്മാരെ സങ്കല്പിക്കരുത്, നിങ്ങൾ അവന് പങ്കുകാരെ നിശ്ചയിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ നന്നായി അറിയുന്നവരായിരിക്കെ, അഥവാ നിങ്ങളെ പടച്ചതിലും മുൻഗാമികളെ പടച്ചതിലും നിങ്ങളെ സൃഷ്ടിച്ചതിലും ഭൂമിയെ സൃഷ്ടിച്ചതിലും സംവിധാനിച്ചതിലും ഇവിടെ കാണുന്ന സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിലും ഒരാൾക്കും ഒരു പങ്കുമില്ലെന്ന് നിങ്ങളും സമ്മതിക്കുന്ന സ്ഥിതിക്ക് ആ നാഥനെയല്ലാതെ ആരാധിച്ചുകൂടാ, അവനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ, അവന് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ, അവന്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ ബലിയർപ്പണം നടത്തിക്കൂടാ, അവന്റെ പേരിലല്ലാതെ ആണയിട്ട് അതല്ലെങ്കിൽ സത്യമിട്ടുകൊണ്ടൊരു കാര്യം പറഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു 100 കൂട്ടം ആശയങ്ങൾ അടങ്ങുന്ന നിലക്ക് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ ജനങ്ങളെ എന്ന സർവ്വജനങ്ങളോടും ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തിൽ തന്നെ അതിൻ്റെ അടിവേരിൽ തന്നെ പിടിക്കാനാണ് ഇബ്ലീസ് ശ്രമിച്ചത്. അങ്ങനെ അവൻ എന്തു ചെയ്തു? സജ്ജനങ്ങളായി ജീവിച്ചിരുന്ന ആളുകൾ ജീവിച്ചിരുന്ന കാലത്ത് നല്ലവരായ കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഖുർആൻ അവരെ പറ്റി പറയുന്നത് വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ. നൂഹ് അലൈഹിസ്സലാം വരുന്ന ജനതയിലുണ്ടായിരുന്ന 5 ആളുകളാണ്. അവര് മഹാന്മാരായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെട്ടുകൊണ്ടിരുന്ന നേതാക്കളായിരുന്നു. ആ ആളുകൾ മരിച്ചു പോയപ്പോ ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടാക്കി. എന്താണ് തോന്നലുണ്ടാക്കിയത്? ഈ ആളുകളൊക്കെ നല്ലവരായ മനുഷ്യന്മാരായിരുന്നല്ലോ, വരും തലമുറ വരുമ്പോ ഈ ആളുകളെ കുറിച്ച് എങ്ങനെ മനസ്സിലാകാനാണ്? അതുകൊണ്ട് ഇവരുടെയൊക്കെ സ്മാരകം എന്ന നിലക്ക്, ഇവരുടെയൊക്കെ ഓർമ്മ നിലനിൽത്താൻ എന്ന നിലക്ക് രാജ്യത്തിന്റെ മുക്കുമൂലകളിലും കവലകളിലുമൊക്കെ നമുക്ക് ഇവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കാം എന്ന് ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. അങ്ങനെ വിഗ്രഹ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പ്രതിമാ നിർമ്മാണം അന്ന് തുടങ്ങി വെക്കുകയാണ്. എന്തിനാണെന്ന് പ്രതിമയുണ്ടാക്കിയത്? ആരാധിക്കപ്പെടാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്.
അന്നതിൻ്റെ ഉദ്ദേശം വെറും ഓർമ്മയുണ്ടാക്കാനാണ്, ഇവരെ കാണുമ്പോൾ ആവേശം കിട്ടാനാണ്. ഇന്നുമല്ലേ പല സ്ഥലങ്ങളിലും ചില നേതാക്കന്മാരുടെയൊക്കെ ബിംബങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ സ്മാരകം എന്ന നിലക്ക് അവർ ചില പ്രതിമകൾ ഉണ്ടാക്കി. പക്ഷേ ഈ ആളുകളുടെ പേരിലാണ് ഉണ്ടാക്കിയത്, ഇവരുടെ പേരുകളിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ആ കാലത്ത് ഇവർ ആരാധിക്കപ്പെട്ടില്ല. അടുത്ത തലമുറ വന്നപ്പോഴോ പടിപടിയായി പിശാചത മനുഷ്യനെ വ്യതിയാനം വരുത്തുകയാണ്, ശരിയായ വിശ്വാസത്തിൽ നിന്ന് തിരുത്തുകയാണ്. കുറെ കാലം കഴിഞ്ഞ് മറ്റൊരു തലമുറ വന്ന് അവർ വളർന്നു നോക്കുമ്പോ അതാ നാടൊട്ടാകെ കുറെ പ്രതിമകൾ കാണുന്നു, 5 ആളുകളുടെ പ്രത്യേക പ്രതിമകൾ കാണുന്നു. അവർ ചിന്തിക്കാൻ തുടങ്ങി, ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, എന്തേ അവരുടെ ഒന്നും വിഗ്രഹം കാണാതെ ഈ ആളുകളുടെ പ്രതിമ മാത്രം കാണുന്നു? അവർക്ക് മനസ്സിലായി, ഇബ്ലീസ് തോന്നിപ്പിച്ചു, ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്, ഇവർക്ക് ചില മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്, ഈ വ്യക്തികൾ ആദരിക്കപ്പെടേണ്ടവരാണ്, ഈ വ്യക്തികൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെ അവരോടുള്ള ആദരവിൻ്റെ പേരും പറഞ്ഞിട്ട് ആ ആദരവ് എന്നതിന് കാരണമായി കൊണ്ട് അവരോട് പ്രാർത്ഥിക്കൂ, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ, അവർക്ക് ഇബാദത്ത് ചെയ്യൂ, അവർക്ക് വേണ്ടി ഇബാദത്തുകൾ അർപ്പിക്കൂ എന്ന് ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ അതാ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ജനതയിൽ വ്യതിയാനം വരുന്നു. ശിർക്കിൻ്റെതായ ആ ഒരു പ്രത്യേക റൂട്ടിലേക്ക് ആളുകൾ മുസ്തഖീമായ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അങ്ങനെ കാര്യങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സങ്കടം പറയാനുമൊക്കെ വദ്ദിനെ വിളിക്കുന്നു, സുവാഴിനെ വിളിക്കുന്നു, യഹൂസിനെ വിളിക്കുന്നു, നസ്റിനെ വിളിക്കുന്നു. ഇങ്ങനെ ഈ ആളുകളെ ആരാധിക്കുന്നു. അവര് അള്ളാഹിനോട് നമുക്ക് കാര്യം നേടിത്തരും. അങ്ങനെ അവർക്ക് ആരാധനകൾ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന് നൽകേണ്ടുന്ന ആരാധനകളുടെ സ്ഥാനത്തേക്ക് ഈ മഹാത്മാക്കളായ ആളുകളെ ഉയർത്തുന്നു. ആദരവ് പരിധി വിട്ടിട്ട് ആരാധനയായി തീരുന്നു. ബഹുമാനം അതിൻ്റെ സർവസീമകളും ലംഘിച്ചുകൊണ്ട് ഇബാദത്തിന്റെ ആ ഒരവസ്ഥയോളം ഉയരുന്നു. റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ റബ്ബിന്റെ മഖ്ലൂഖുകൾക്ക്, പടച്ചവന്റെ പടപ്പുകൾക്ക് നൽകിക്കൊണ്ട് സുന്ദരമായ തൗഹീദിന്റെ പാതയിൽ നിന്ന് വ്യതിയാനം വരുന്നു. ഇങ്ങനെ ലോകത്ത് വ്യതിയാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്തേ കാരണം? മഹത്തുക്കളായ ആളുകളെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, വിശ്വസിക്കരുതാത്തത് വിശ്വസിച്ചു. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച യഥാർത്ഥമായ പാതയിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് നടന്ന ആ സംഭവം. അങ്ങനെ മഹാന്മാരായ ആളുകളെ, സജ്ജനങ്ങളായ ആളുകളെ ആദരിക്കാൻ പറഞ്ഞ ഇസ്ലാം, ആ കൽപ്പനയെ അവഗണിച്ചുകൊണ്ട് ആളുകൾ ആദരവുകളിലും ബഹുമാനങ്ങളിലും ഒതുക്കാതെ ആദരവ് ആരാധനയുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രമുള്ള ഗുണവിശേഷണങ്ങളെ, അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെ മറ്റുള്ള മഹത്തുക്കളോടും സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണെന്ന പേരിൽ അവർക്കുകൂടി സങ്കൽപ്പിക്കുകയും അവരിൽ കൂടി ആരോപിക്കുകയും ചെയ്തപ്പോ യഥാർത്ഥമായ പാതയിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകാൻ തുടങ്ങി. അങ്ങനെ തെറ്റിപ്പോയി കുറെ തലമുറകളിൽ ഈ സംഭവ വികാസം തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ അവയെല്ലാം അതാത് കാലഘട്ടങ്ങളിൽ നിയുക്തരായ മഹത്തുക്കളായ അമ്പിയാക്കന്മാര് മുർസലുകളിലൂടെ, മഹാന്മാരായ ആ അമ്പിയാ മുർസലീങ്ങളിലൂടെ തിരുത്തപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും തെറ്റിപ്പോകുമ്പോഴെല്ലാം നേരിന്റെ റൂട്ടിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി
അല്ലാഹു റബ്ബുൽ ആലമീൻ അതാത് കാലഘട്ടങ്ങളിലൂടെയായി അംബിയാ മുർസലീങ്ങളെ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അയച്ച് അവസാനം വന്നതാണ് നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 23ഓളം വർഷം നീണ്ടു നിൽക്കുന്ന ഏറ്റവും ത്യാഗപൂർണമായ ഇസ്ലാമിക ദഅവത്തിലൂടെ, പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ, തന്റെ ജീവിതം തുറന്ന പുസ്തകമായി ജനങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധമായി അവതരിപ്പിച്ചതിലൂടെ നല്ലൊരു ജനസഞ്ചയത്തെ ഈ ലോകത്ത് ബാക്കിയാക്കിക്കൊണ്ട് മുത്ത മുസ്തഫക്ക് ഈ ലോകത്തോട് വിട പറയാൻ സാധിച്ചു. ഈ ലോകത്തിന് എന്തുകൊണ്ടും മാതൃകാ പുരുഷന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, ആ മഹാന്മാരായ ഒട്ടേറെ സഹാബത്തിനെ ഈ ഭൂമുഖത്ത് ബാക്കിയാക്കിക്കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം പല രൂപത്തിലുള്ള ഛിദ്രതകളും ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഒന്നാം ഖലീഫയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമികമായ ചേരിയിൽ നിന്ന് ഒരു വിഭാഗം വിഘടിച്ചു പോയിക്കൊണ്ട് ഇസ്ലാമിനോട് പോരാടാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശക്തമായ നിലപാടെടുത്തു. അവരെ ഒതുക്കി തീർത്തു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായി. മഹാനവറുകളുടെ വഫാത്തിലാണത് അവസാനിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ കപടന്മാരും അതുപോലെ തന്നെ വിഘടനവാദക്കാരും ഈ സമുദായത്തിൽ ഒരുപാട് വർദ്ധിക്കാൻ തുടങ്ങി. അതെത്രത്തോളം എത്തിയെന്നാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ ഖുർആനിലേക്ക് രക്തം ചീറ്റി വീഴുന്ന നിലക്കവിടുത്തെ തലയറുത്ത് കൊല്ലുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നു. നാലാം ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രംഗത്ത് വരുന്നു. വിഘടിത കക്ഷികളുടെ അതുപോലെ തന്നെ കുഴപ്പക്കാരുടേതായ ശല്യങ്ങൾ വർദ്ധിക്കുകയായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനമതാ മഹാന്മാരെ ആദരിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും വശീകരിക്കാൻ കഴിയാവുന്ന ഒരു തത്വം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ചേരിയിൽ നിന്ന് ഒരു കക്ഷിയതാ വ്യതിചലിച്ചു പുറത്തു പോകുന്നു. ഇന്നും ലോകത്ത് ഷിയാക്കൾ എന്ന പേരിൽ ആ കക്ഷി അറിയപ്പെടുന്നു. അവർ ന്യായം പറഞ്ഞത് കേൾക്കാൻ നല്ല ചന്തമുള്ള ന്യായമാണ്. ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമാണ്, നിങ്ങൾക്ക് സ്നേഹമില്ല കൂട്ടരെ. നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ അവകാശപ്പെടുന്നത് ഈ രാജ്യത്ത് ഖലീഫയായിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബക്കാരല്ലാത്തവരെ അവരോധിക്കാൻ നിങ്ങളൊക്കെ കൂട്ടുനിന്നവരല്ലേ? അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായത്, ഉമർ ഖത്താബ് ഖലീഫയായത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖലീഫയായത്. അതേ അവസരത്തിൽ കിട്ടേണ്ടിയിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ, ആ ഫാത്തിമയുടെ ഭർത്താവായ അലി റളിയല്ലാഹു തആല അൻഹുവാണ് ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടിയിരുന്നത്. അതിന് സമ്മതിക്കാതെ നബി കുടുംബത്തെ അവഹേളിച്ചുകൊണ്ട്, അഹ്ലു ബൈത്തിനെ നിന്ദിച്ചുകൊണ്ട്, അഹ്ലു ബൈത്തിനെ പുച്ഛിച്ചുകൊണ്ട്, അഹ്ലു ബൈത്തിനേക്കാൾ സ്നേഹം നിങ്ങൾ മറ്റു കുടുംബങ്ങൾക്ക് നൽകിയില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ചേരിയിൽ നിൽക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലു ബൈത്തിനോട്, തങ്ങന്മാരോട് ഞങ്ങൾക്കാണ് മഹബ്ബത്തെന്ന് പറഞ്ഞുകൊണ്ട് അതാ ഇസ്ലാമിന്റെ സുന്ദരമായ സുന്നത്ത് ജമാഅത്തിന്റെ വരുതിയിൽ നിന്ന് ഒരു കക്ഷി പുറത്തു പോകുന്നു. അലിയാർക്ക് വേണ്ടി വാദിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്, അലിയാരെ സ്നേഹിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. അതുകൊണ്ട് ചരിത്രത്തിൽ അവരാദ്യം അറിയപ്പെട്ടത് ഷിയഅത്തു അലി, അലിയാരുടെ പാർട്ടി എന്നാണ്. ഷിയഅത്ത് എന്ന് പറയുന്നത് പാർട്ടി അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നൊക്കെ അർത്ഥത്തിൽ പറയാം. ആ നിലയ്ക്ക് ഇന്നും ലോകത്തറിയപ്പെടുന്നു, ഷിയായിസം അറിയപ്പെടുന്നു. എന്തേ അവരുടെ തകരാറ്? ചിലരൊക്കെ പറയുന്നു ഷിയാക്കൾക്ക് എന്ത് തകരാറെന്ന്. ഷിയാക്കളുടെ രാഷ്ട്രങ്ങളെ പലരും പുകഴ്ത്തുന്നു, ഷിയാ നേതാക്കന്മാരെ ബഹുമാനിക്കുന്നു,
ഷിയാക്കൾ ഭരിക്കുന്ന ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ ഇസ്ലാമിന്റെ സമ്പൂർണ്ണത അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങളായി ജമാഅത്തെ ഇസ്ലാമിക്കാരും മൗദൂദിയുടെ പ്രസിദ്ധീകരണങ്ങളുമൊക്കെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് ഖുമൈനിയുടെ ഭരണകൂടത്തെ, ഖുമൈനിയുടെ രാഷ്ട്രത്തെ ബഹുമതിയോടുകൂടി ബഹുമാനത്തോടെ പറയുന്നു. പലരും വിചാരിക്കുന്നു രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ ഷിയാക്കളും സുന്നികളും തമ്മിലെന്ന്. രാഷ്ട്രീയ കാരണങ്ങളായി ഷിയാക്കൾക്കുള്ളുവെന്ന് അല്ല കേട്ടോ. ഷിയായിസം ഈ ലോകത്ത് വന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാന്മാരെ ആദരിക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരോട് സ്നേഹം ഞങ്ങൾ കാണുന്ന വാദിച്ചുകൊണ്ട് ആദരവ് മൂത്തിട്ട് ആരാധനയോളം എത്തിയിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ കടക്കൽ അവരതാ കത്തിവെച്ചുപോയി. അവരവരുടെ ഇമാമുകളെ സംബന്ധിച്ച് വിശ്വസിക്കാരുതാത്തത് വിശ്വസിച്ചുപോയി. ഈ ചരിത്രം എൻ്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കൾ അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ, സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരിൽ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, അങ്ങനെ അഹ്ലു ബൈത്തായ ആളുകളുടെ ആളുകളാണ്, ഗ്രൂപ്പുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആ കക്ഷികൾ മഹാന്മാരായ ഇമാമുകളെ സംബന്ധിച്ച് പറയരുതാത്തത് പറഞ്ഞുപോയി. അവർക്ക് യാതൊരു നിലക്കും തെറ്റുകൾ സംഭവിക്കില്ല എന്നിടത്തു നിന്ന് തുടങ്ങി. ഞങ്ങളുടെ ഇമാമുകൾ, നേതാക്കന്മാര് മുഴുവനും മഅസൂമുകളാണ്. അവർക്കൊന്നും ഒരബദ്ധവും സംഭവിക്കുന്നതല്ല. അവര് പറയുന്നത് മുഴുവൻ ദൈവീക വാക്യം പോലെ പരിശുദ്ധമാണ്, പ്രാമാണികമാണ്. മാത്രമല്ല അവർ ഏറ്റവും ഒരു പ്രത്യേകമായ ആദരവ് കിട്ടിയവരാണ്. അവർക്ക് ഇസ്ലാമികമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടില്ലാത്ത, ഖത്താബിന് കിട്ടിയിട്ടില്ലാത്ത, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിട്ടില്ലാത്ത, അങ്ങനെ ഒട്ടേറെ സ്വഹാബിമാർക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത ലദുന്നിയായ കുറെ അറിവുകൾ, അഥവാ നമ്മൾ ഹദീസുകളിലൊന്നും നോക്കിയാൽ കാണാത്ത ചില പ്രത്യേകമായ ഇൽമുകൾ അവർക്ക് അല്ലാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെയൊന്നും കൈകളിലില്ലാത്ത പല നിയമങ്ങളും ഞങ്ങളെ ഇമാമുമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഏറ്റവും വലിയ പാപസുരക്ഷിതത്വം ഉള്ളവരാണ്. അവർക്ക് ലോകം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ്. അവർ മരിച്ചാലും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവരറിയുന്നു, മനുഷ്യരുടെ മനസ്സുകൾ അവരറിയുന്നു, അദൃശ്യ കാര്യങ്ങൾ അവർക്കറിയാൻ കഴിയുന്നു. മരണാനന്തരവും ഈ ലോകത്തേക്ക് മടങ്ങി വരാനും, അതുപോലെ തന്നെ ആളുകളുടെ പ്രശ്നങ്ങളിൽ, ഈ ഭൗതിക ലോകത്തുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിൽ ഭാഗമാക്കാകുവാനും ആ നിലക്കൊക്കെ പ്രവർത്തിക്കാനും, മനുഷ്യ മനസ്സിലെ വിചാരവികാരങ്ങളെ കൃത്യമായി അറിയാനും ഒക്കെ കഴിവുള്ള, അദൃശ്യമായ കാര്യങ്ങളൊക്കെ അറിയുന്ന, ഗൈബറിയുന്ന നേതാക്കളാണ് ഞങ്ങളുടെ ഇമാമിങ്ങളെന്ന് ലോകത്തതാ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബമായ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഷിയാക്കൾ പറഞ്ഞു വെച്ചുപോയി. അവരത് പ്രചരിപ്പിച്ചുപോയി, അവരത് എഴുതി വെച്ചുപോയി. അവരുടെ പരമ്പരയിൽ വന്നിട്ടുള്ള സർവ്വ ഇമാമീങ്ങളും ഈ പഴച്ച ആദർശത്തെ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേ കക്ഷികളുടെ പിന്നാലെ ഞങ്ങളും സുന്നികളാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളും അഹ്ലു സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആ കക്ഷികളുടെ പിന്നാലെ കൂടിയിട്ട് അവരെ തത്വത്തിൽ എതിർക്കുന്നു എന്ന് പറയുകയും അവരുടെ ആശയങ്ങളോട് വല്ലാത്തൊരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആശയത്തിൽ അവരോട് അടുത്തു നിൽക്കുന്നു ഇന്ന് സുന്നത്ത് ജമാഅത്തുകാരെന്ന് പറയുന്ന കക്ഷികൾ. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഷിയാക്കൾക്ക് ഈ ലോകത്ത്, ഷിയാക്കളുടെ പ്രവർത്തനവും ഇന്ന് കേരളത്തിലെ സുന്നികളെന്ന് വെറുതെ പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ടെന്ന് പറയുന്ന, അതേ അവസരത്തിൽ
ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും പഠിപ്പിച്ച വിശ്വാസങ്ങളോട് ആ നിലക്ക് ശരിയായ സമീപനം പുലർത്താതെ വ്യതിചലിച്ചു പോയിട്ടുള്ള കക്ഷികൾ, അവരും ഷിയാക്കളും ഇത് ഒരേ രൂപത്തിലുള്ള ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ വായിച്ച് കൽപ്പിക്കട്ടെ. ഞാൻ എൻ്റെ വകയായി പറയുകയാണെന്ന് വിചാരിക്കാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ വായിക്കുന്നത് കേരളത്തിലെ ഈ സുന്നികളെന്ന് വെറുതെ പറയുന്ന സമസ്തക്കാരുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ആ പ്രസിദ്ധീകരണത്തിൽ നിന്ന് വായിക്കട്ടെ, കേട്ടോളൂ. മരിച്ചുപോയ പ്രവാചകന്മാർക്കും ഔലിയാ എന്ന് പറയുന്ന പുണ്യാത്മാക്കൾക്കും അവരുടെ മരണശേഷവും ഭൗതിക ലോകത്തെ കാര്യങ്ങളിൽ ഇടപെടാനും ലോകരെ സഹായിക്കാനും വേണമെങ്കിൽ ഉപദ്രവിക്കാനും അല്ലാഹു കഴിവ് നൽകുന്നു എന്നാണ് അശ്അരി മാതുരീദി സുന്നികളുടെ വിശ്വാസം. നമ്മുടെ നാട്ടിലെ ഈ സുന്നികളെന്ന് പറഞ്ഞു നടക്കുന്ന കക്ഷികൾ എന്താ പറയുന്നത്? വിശ്വാസപരമായി 2 ഇമാമിനെ പിന്തുടരണം, കർമ്മപരമായി 4 ഇമാമിനെയും പിൻപറ്റണം. വിശ്വാസപരമായി ഏതാ 2 മദ്ഹബ്? ഒന്ന് അശ്അരി മദ്ഹബാണ്, മറ്റൊന്ന് മാതുരീദി മദ്ഹബാണ്. രണ്ടിലേതെങ്കിലും ഒന്നിനെ തുടർന്നാൽ സുന്നിയായി. ഇനി കർമ്മപരമായി അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഈ 4 ഇമാമിങ്ങളെ കർമ്മരംഗത്തും പിൻപറ്റിയാൽ അവൻ ശരിയായ സുന്നിയായി എന്ന് പറയുന്ന കക്ഷികളില്ലേ, അവര് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. മരിച്ചുപോയ പ്രവാചകന്മാർക്കും ഔലിയാ എന്ന് പറയുന്ന പുണ്യാത്മാക്കൾക്കും അവരുടെ മരണശേഷവും ഭൗതിക ലോകത്തെ അഥവാ ഈ ലോകത്തെ കാര്യങ്ങളിൽ ഇടപെടാനും ലോകരെ സഹായിക്കാനും വേണമെങ്കിൽ ഉപദ്രവിക്കാനും അല്ലാഹു കഴിവ് നൽകും എന്നാണ് അശ്അരി മാതുരീദി സുന്നികളുടെ വിശ്വാസം. മൗലവി, നിങ്ങൾ എന്തിന് ഇതിവിടെ പറഞ്ഞു? പറയാൻ കാരണമുണ്ട്. അടുത്ത വാചകം വായിക്കുമ്പോ എന്റെ ശ്രോതാക്കൾക്കത് മനസ്സിലാകും എന്തിനാ ഇത് വായിച്ചതെന്ന്. ഇനി കേട്ടോ, ഇത് തന്നെയാണ് ഷിയാക്കളും വിശ്വസിക്കുന്നത്. കണ്ടില്ലേ, ഇത് തന്നെയാണ് ഷിയാക്കളും വിശ്വസിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് മുജാഹിദുകൾ ഇതിന് എതിരാണ്. സത്യം തന്നെയാണ്, വളരെ സത്യമാണ് ആ പറഞ്ഞത്. സുന്നികളെന്ന് വെറുതെ പറയുന്ന നിങ്ങളും ഷിയാക്കളെന്ന് പറയുന്ന കക്ഷികളും ഒരേ തൂവൽ പക്ഷികളാണ്, ഒരേ വിശ്വാസക്കാരാണ്. ഏതർത്ഥത്തിൽ? നിങ്ങൾ തന്നെ എഴുതിയതാണ്. മരിച്ചുപോയ പ്രവാചകന്മാർ, അതുപോലെ തന്നെ ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സിദ്ദീഖുകൾ, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള സാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഇവരൊക്കെ വഫാത്തായി പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കൊക്കെ ഇപ്പോഴും ഭൗതിക ലോകത്തേക്ക് നമുക്കിടയിലേക്ക് വരാനും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ലോകത്തുള്ള ആളുകളെയൊക്കെ സഹായിക്കാനും വേണ്ടി വന്നാൽ ഉപദ്രവിക്കാനും അല്ലാഹ് കഴിവ് കൊടുക്കുമെന്ന് അശ്അരി ഇമാം പഠിപ്പിക്കുന്നു, മാതുരി ഇമാം പഠിപ്പിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് അതാണ് ഞങ്ങൾ സുന്നികളുടെ വിശ്വാസം എന്ന് എഴുതിയിട്ട് പിന്നെയാണ് പറഞ്ഞത് ഇത് തന്നെയാണ് ഷിയാക്കളുടെയും വിശ്വാസം. നിങ്ങളത് എഴുതിപ്പോയത് അൽഹംദുലില്ലാഹ്, എത്ര വളരെ നന്നായി പോയി. ഈ ജനതയോട് ഇത് പറയാമല്ലോ. ആ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനിയും നിങ്ങൾ നോക്കൂ, ഇവരും അവരും തമ്മിലുള്ള ഏറ്റവും വലിയ യോജിപ്പുകൾ. പുണ്യാത്മാക്കളുടെ ഖബറിടങ്ങൾ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹം തേടുന്നത് സുന്നികളും ഷിയാക്കളും മതപരമായി പുണ്യകർമ്മമായിട്ടാണ് കരുതുന്നത്. അതേ അവസരത്തിൽ വഹാബികളുടെ വീക്ഷണത്തിൽ ഖബറിടം സന്ദർശിക്കുന്നത് പരേതന് വേണ്ടി പ്രാർത്ഥിക്കാനും നാമും മരിക്കേണ്ടവരാണെന്ന് ഓർമ്മിക്കാനുമാണ്. നോക്കൂ നിങ്ങൾ, എത്ര സത്യമാണ് ആ പറഞ്ഞതും ശരി തന്നെ സംബന്ധിച്ചു തന്നിരിക്കുന്നു.
ഇനി നോക്കൂ നിങ്ങൾ, സുന്നികളും ഷിയാക്കളും അംബിയാ, ഔലിയാ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവരുടെ ഖബറുകൾ സിയാറത്ത് സൗകര്യാർത്ഥം കെട്ടിപ്പടുക്കാമെന്നാണ് പറയുന്നത്. വഹാബികളോ കെട്ടിപ്പൊക്കുന്നത് ഹറാമായിട്ടാണ് കരുതുന്നത്. വളരെ ശരി തന്നെ, അതും സമ്മതിച്ചു തരുന്നു. ഇനിയും നിങ്ങൾ നോക്കൂ, സൂഫിസവും അതിൻ്റെ വിവിധ മാർഗങ്ങളായ ത്വരീഖത്തുകളും ദൈവസാമീപ്യം കൈവരിക്കാനുള്ള മഹത്തായ മാർഗങ്ങളായിട്ടാണ് സുന്നികളും ഷിയാക്കളും കരുതുന്നത്. വഹാബികളെ സംബന്ധിച്ചിടത്തോളം സൂഫിസവും ത്വരീഖത്തുകളും മാർഗഭ്രംശങ്ങളാണ്. ശരി തന്നെയാണ്, ഞങ്ങൾക്കൊരു ത്വരീഖത്തേയുള്ളൂ, ഞങ്ങൾക്ക് ഒരൊറ്റ ത്വരീഖത്തേയുള്ളൂ ജനങ്ങളെ. ആ ത്വരീഖത്ത് ഖാദിരിയ തരീഖത്തല്ല കേട്ടോ, റിഫാഇയ തരീഖത്തല്ല കേട്ടോ, നഖ്ശബന്ദി തരീഖത്തല്ല കേട്ടോ, സുഹ്റവർദി തരീഖത്തല്ല കേട്ടോ, ഷാദുലി തരീഖത്തല്ല കേട്ടോ, അക്ബരിയ തരീഖത്തല്ല കേട്ടോ, നൂരിഷാ തരീഖത്തല്ല കേട്ടോ, ആലുവായിലെ യൂസുഫ് ഖാന്റെ തരീഖത്തല്ല കേട്ടോ. ഞങ്ങൾക്കൊരു തരീഖത്തുണ്ട്. ആ തരീഖത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ തരീഖത്തുഹും ത്വരീഖത്തുർ റസൂലി വഅസ്ഹാബിഹി ദൂന അസ്ഹാബിൽ ബിദ്അ വൽ മുഹ്ദസാത്ത്. സുന്നത്ത് ജമാഅത്തുകാരായ ഞങ്ങൾക്ക് ഷിയാക്കളുടെ കാര്യമല്ല പറയുന്നത്, ഷിയാക്കളുടെ ഒപ്പം കൂടികളെന്ന് പറയുന്ന സുന്നികളെന്ന് വെറുതെ പറയുന്നവരുടെ കാര്യവുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കൊരു ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്ത് ത്വരീഖത്തുർ റസൂലി വഅസ്ഹാബിഹി, ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ത്വരീഖത്ത് മാത്രമാണ്. അത് കണ്ട് വളർന്ന സ്വഹാബത്തിന്റെ ത്വരീഖത്താണ്. ദൂന അസ്ഹാബിൽ ബിദ്അ വൽ മുഹ്ദസാത്ത്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ എന്ന പേരിൽ മഹാന്മാര് മരിച്ച ശേഷവും ഈ ലോകത്തേക്ക് വരുമെന്നും സഹായിക്കുമെന്നും വേണ്ടി വന്നാൽ ഉപദ്രവിക്കുമെന്നുമൊക്കെ പറയുന്ന പിഴച്ച കക്ഷികളുടെ ത്വരീഖത്തല്ല, പുത്തൻവാദികളുടെ ത്വരീഖത്തല്ല. ഇതെന്റെ മുസ്ലിമീങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. ഇനി നിങ്ങൾ ചിന്തിച്ചോ സഹോദരന്മാരെ, ഇപ്പൊ ബന്ധം മനസ്സിലായില്ലേ? കേരളത്തിലെ ഈ സുന്നികളെന്ന് വെറുതെ പറയുന്ന കക്ഷികളുടെ ബന്ധം എങ്ങോട്ടെന്ന് മനസ്സിലായില്ലേ? പലതിലും അവർക്ക് ബന്ധമുണ്ട്, പലതിലും അവർ ഒരേ തൂവൽ പക്ഷികളാണ്, പലതിലും അവർ ഒരൊറ്റ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്, പലതിലും അവർ സഖ്യകക്ഷികളാണ്. അതേ അവസരത്തിൽ ഈ നിലക്ക് സമുദായത്തെ ദുഷിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനത്തെ എന്താക്കി? പഠിപ്പിച്ച് ത്വരീഖത്തിലങ്ങ് ചേർന്നാൽ പാവപ്പെട്ട യുവാക്കളെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് ആളുകളോട് പറയുന്നു, നിങ്ങളങ്ങ് വളർന്ന് നിസ്കരിച്ച് അതുപോലെ തന്നെ ദിക്ർ ചൊല്ലി ഒരു പ്രത്യേകമായ പദവിയിലേക്ക് അങ്ങ് എത്തിപ്പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു സമ്പൂർണ്ണ മനുഷ്യനായി മാറുന്നു, ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ടങ്ങ് മാറും. ഇവര് പരിചയപ്പെടുത്തുന്ന സൂഫിസമുണ്ട്, ഇവര് പരിചയപ്പെടുത്തുന്ന ചില ത്വരീഖത്തുകളുണ്ട്, ഇവർ പരിചയപ്പെടുത്തുന്ന ചില സിൽസിലകളുണ്ട്. ആ സിൽസിലകളും പരമ്പരകളുമൊക്കെ ചെന്നുമുട്ടുന്നത് എങ്ങോട്ടാണെന്നോ, ഇതേ നേരത്തെ പറഞ്ഞ ഷിയായിസത്തിന്റെ ഇമാമിങ്ങളെ എവിടേക്കാണോ ചെന്നുമുട്ടുന്നത് അവിടേക്കാണ് ഇന്ന് രാജ്യത്തുള്ള സർവ്വ ത്വരീഖത്തുകാരന്റെയും പരമ്പരയായിട്ട് എണ്ണുമ്പോ ചെന്നുമുട്ടുന്നതെന്നുകൂടി നിങ്ങൾ ഇതിലൂടെ ചേർത്ത് വായിക്കണം. അങ്ങനെ അങ്ങ് ഈ ഷിയായിസമാകുന്ന സൂഫിസമാകുന്ന ഷിയായിസം, അല്ലെങ്കിൽ ഷിയാ പാർട്ടിയാകുന്ന തരീഖത്ത് ഗ്രൂപ്പ്, അല്ലെങ്കിൽ തരീഖത്ത് ഗ്രൂപ്പാകുന്ന ഷിയായിസം എല്ലാം ഒന്ന് തന്നെ. അവരങ്ങ് വളർത്തിയിട്ട് മനുഷ്യരെ ഒരു യഥാർത്ഥ പദവിയിലേക്ക് അങ്ങെത്തിയാൽ പിന്നെ റബ്ബെന്തിനാ, പിന്നെ അള്ള എന്തിനാ? കാരണം എന്തെന്നല്ലേ? ഈ സമ്പൂർണരായ മനുഷ്യരെ വിളിച്ചാൽ അള്ളയാണ് വിളി കേൾക്കുക, അള്ളാനെ വിളിച്ചാൽ ഈ സമ്പൂർണ്ണ മനുഷ്യരാണ് വിളി കേൾക്കുക. എന്തൊരു വലിയ യോജിപ്പാണ്! ഈ നേതാക്കന്മാരെ വിളിച്ചാൽ അള്ള ഉത്തരം പറയുന്നു, അള്ളാനെ വിളിച്ചാലോ ഇവരുത്തരം പറയുന്നു. രണ്ടും ഒന്ന് തന്നെ. സൃഷ്ടാവെന്ന വ്യത്യാസമില്ലാതെ ഒന്നായി തീരുന്നവരവസ്ഥ. അത്തരത്തിൽ അവസ്ഥയിലെത്തുമ്പോ പിന്നെ
മുസ്ലിമീങ്ങള് നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലുമ്പോ ആ കക്ഷികളുടെ ദിക്ർ സുബ്ഹാനീ സുബ്ഹാനീ, ഞാനെത്ര പരിശുദ്ധനാ, ഞാനെത്ര പരിശുദ്ധനാ. കാരണം ഞാനും അല്ലാഹ് എന്ന രണ്ടില്ല, അദ്വൈതം രണ്ടില്ല കേട്ടോ, എല്ലാം ഒന്നാണ്. അതുകൊണ്ട് അല്ലാഹനെ വിളിക്കുന്നതും ശൈഖുമാരെ വിളിക്കുന്നതും ഒരുപോലെ അത്രേ. അതുകൊണ്ടത്രേ ശൈഖ് ജീലാനി ഇങ്ങനെ പറഞ്ഞത്, വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. അതാ ശൈഖിനെ വിളിക്കുമ്പോ അള്ളയാണ് ഉത്തരം തരുന്നത്, അള്ളാനെ വിളിച്ചാ ശൈഖാണ് ഉത്തരം തരുന്നത്. രണ്ടും ഒന്ന് തന്നെ. ഇസ്ലാമാണോ അതോ വ്യതിചലനമാണോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും ഗ്രൂപ്പ് വിരോധം കൊണ്ട് മുജാഹിദിനെ വിമർശിക്കുന്നു, പാർട്ടി വിരോധം കൊണ്ട് മുജാഹിദിനെ എതിർക്കുന്നു. അവരുടെ പ്രസംഗം കേട്ടുപോകരുത്, പള്ളിയിലേക്ക് ചവിട്ടി പോകരുത്, അവരുടെ മാസിക വാരികകൾ വായിച്ചു പോകരുത് എന്നൊക്കെ പറഞ്ഞ് തടയിടുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സത്യമങ്ങ് ജനങ്ങൾ കേട്ടാൽ ഈ ആളുകൾക്ക് പിടിവാശിയില്ലല്ലോ. അവര് കേട്ടിട്ടില്ലാത്ത പലതുമുണ്ട്, അവര് മനസ്സിലാക്കിയിട്ടില്ലാത്ത പലതുമുണ്ട്. അവര് ആകെ കേട്ടത് എതിരാളി പറയുന്നതാണ്. എതിരാളി പരിചയപ്പെടുത്തിയ ഏതോ ഒരു വഹാബി മതമാണ് അവര് കേട്ടത്. അവര് സത്യത്തിൽ ഇത് നേരിട്ട് കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഉമ്മബെങ്ങന്മാരോട്, സഹോദരി സഹോദരന്മാരോട് പറയട്ടെ, ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹ് പൂർത്തിയാക്കി തന്ന ദീനാണ്. അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പൂർത്തിയാക്കി തന്ന ആ ദീന്. ആ ദീനിൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നന്നായി വുളൂ ചെയ്തുകൊണ്ട് ഞാൻ കിടക്കുന്ന മദീനയുടെ ഭാഗത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ് നടന്നിട്ട് വിളിക്കണേ യാ റസൂലല്ലാഹ് എന്ന് നിങ്ങൾ വിളിച്ചിട്ട് എന്നോട് സങ്കടം പറഞ്ഞാൽ, നിങ്ങളുടെ ദുന്യവിയായ കാര്യമാണെങ്കിലും അഥവാ ഭൗതികമായ പ്രശ്നങ്ങളാണെങ്കിലും പാരത്രിക കാര്യങ്ങളാണെങ്കിലും ഞാൻ ഉത്തരം നൽകും കേട്ടോ എന്ന് അള്ളാന്റെ റസൂൽ എവിടെയും പറഞ്ഞതായി ആർക്കും തെളിയിക്കാൻ കഴിയില്ല, ആർക്കും അത് തെളിയിക്കാനാവില്ല. അതേ അവസരത്തിൽ ഈ സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണ്, മുജാഹിദുകൾ പഴച്ചവരാണ്. അവർക്ക് അമ്പിയാക്കളെ പാരമ്പര്യമില്ല, അവർക്ക് ഔലിയാക്കളെ പാരമ്പര്യമില്ല. അമ്പിയാക്കന്മാരെ പാരമ്പര്യമുള്ളത് ഞങ്ങൾക്കാണ്, ഔലിയാക്കളുടെ പാരമ്പര്യമുള്ളത് ഞങ്ങൾക്കാണ് എന്നൊക്കെ വെറുതെ വീരവാദം അവകാശം പറയുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇവര് ജനങ്ങളോട് പറയുന്നു, കാര്യം നേടാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് കാര്യം നേടാൻ നിങ്ങൾ ചെയ്യേണ്ടത്? വളരെ പ്രസിദ്ധമായി എല്ലാവരും ചെയ്തപ്പോ കാര്യം നേടി എന്നുറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് പഠിപ്പിക്കുകയാണ്. ഇദാ കാന ലക മുഹിമ്മുൻ അയ്യുഹ ത്വാലിബു സാദിഖുർ റാഗിബു, ഓ എന്റെ സത്യസന്ധനായ, സത്യത്തെ തേടുന്ന, ആഗ്രഹിക്കുന്ന മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എഴുതുകയാണ്, നിങ്ങൾക്ക് വല്ല പ്രധാന കാര്യങ്ങളും നേടാനുണ്ടെങ്കിൽ വകാന ദാലിക്കൽ മുഹിമ്മു ദുന്യവിയൻ ഔ ഉഖ്റവിയാ, ദുന്യാവിന്റെ കാര്യമാകട്ടെ ഉഖ്റവിയായ കാര്യമാകട്ടെ, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടാനുണ്ടെങ്കിൽ എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. ഇസ്ലാം എവിടെയാണ് നിൽക്കുന്നതെന്ന്, ഇസ്ലാമിനെ അവകാശപ്പെടുന്ന കക്ഷികൾ എവിടെ നിൽക്കുന്നു എന്ന് പാർട്ടി പക്ഷപാതിത്വം മാറ്റിവെച്ചിട്ട്, ഗ്രൂപ്പ് പക്ഷപാതിത്വം മാറ്റിവെച്ചിട്ട്, അല്ലാ ഞങ്ങൾക്ക് മരിച്ചു പോകണമല്ലോ, ഈ പറയുന്നത് കുടുംബ പ്രശ്നമല്ലല്ലോ, കച്ചവടത്തിന്റെ കാര്യമല്ലല്ലോ, ബിസിനസിന്റെ കാര്യമല്ലല്ലോ, ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞാനും മയ്യത്ത് കട്ടിലേറിക്കൊണ്ട് അതാ ഖബറിലേക്ക് പോകേണ്ടവനാണ്. അവിടെ എന്നെ ചോദ്യം ചെയ്യാൻ അള്ളയാണ് മലക്കുകളെ അയക്കുന്നത്. എന്റെ റബ്ബിന്റെ ചോദ്യമാണ്. ഉത്തരം പറയേണ്ടത് ഞാൻ ഒറ്റക്കാണ്. അയൽക്കാരില്ല, പാർട്ടിക്കാരില്ല, നേതാക്കളില്ല, നാട്ടുമൂപ്പന്മാരില്ല, പൗരപ്രമുഖന്മാരില്ല, മുതലാളിമാരില്ലല്ലോ. അതാ ഒറ്റക്ക് ഞാനല്ലേ പോകുന്നത്. എനിക്ക് മറുപടി പറയേണ്ട വിഷയങ്ങളെ പറ്റിയല്ലേ ഈ പറയുന്നതെന്ന ബോധത്തോടെ ചിന്തിച്ചോ. ഇതാ ഈ കക്ഷികൾ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ദുന്യാവിന്റെയോ ആഖിറത്തിന്റെയോ കാര്യം നേടാനുണ്ടെങ്കിൽ
എന്ത് ചെയ്യണം? ഫൻഹൽ ഫീ ലൈലത്തിസ് സലാസായി ഖബ്ലൽ ഫജ്രി, ചൊവ്വാഴ്ച ദിവസം നീ ഫജ്റിന്റെ മുമ്പ് എഴുന്നേറ്റോളൂ. എന്നിട്ട് നീ നന്നായി വുദു ചെയ്തോളൂ. എന്നിട്ട് നീ അള്ളാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് ആവശ്യം വീടാനെന്ന നിലക്ക് നിസ്കരിച്ചോളൂ. എന്നിട്ട് ആ നിസ്കാരത്തിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, നീ എന്ത് ചെയ്യണം? നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ പാതിരാ നേരത്ത് റഹ്മത്തിന്റെ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബുൽ ആലമീൻ അവൻ അനുയോജ്യമായ നിലക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്നോട് ചോദിക്കൂ, ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചോളൂ, ഞാൻ പുറത്തു തരാം. എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ ജനങ്ങളെ എന്ന് റബ്ബ് സുബ്ഹാനഹു പ്രത്യേകം പറയുന്നവര് നേരമുണ്ടല്ലോ. നമ്മുടെ ഉമ്മമാരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, പല ഭാഗ്യവാന്മാരും ഈ സദസ്സിലുണ്ടാകും. ഫജ്റിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് അതാ അള്ളാന്റെ മുമ്പിൽ തഹജ്ജുദിൽ പൊട്ടിക്കരയുന്ന മഹാന്മാരുള്ള മജ്ലിസാണല്ലോ. അങ്ങനെ പൊട്ടിക്കരയുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഉമ്മമങ്ങന്മാര്, സഹോദരി സഹോദരന്മാര് എമ്പാടും ഈ മജ്ലിസിൽ തന്നെ ഉണ്ടാകുമല്ലോ. നമുക്കൊക്കെ ആ സ്വഭാവം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. നാം ആവശ്യക്കാരാണ്, അള്ളാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ്. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് കേട്ടോ. അള്ളാഹുവിലെങ്കിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് മനമുരുകി പ്രാർത്ഥിക്കേണ്ട ആ നേരത്ത് ഇതാ ഇക്കക്ഷി പറയുന്നത് എന്താണ്? ചൊവ്വാഴ്ച ദിവസം ഫജ്റിന്റെ മുമ്പ് ആ പ്രധാന സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ നിയമങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, സയ്യിദി യാ സയ്യിദി അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീൻ എന്ന് നിന്റെ മനസ്സിലങ്ങ് ധരിച്ചിട്ട് നീ എന്ത് ചെയ്യണം? കിഴക്ക് ഭാഗത്തേക്ക് 11 കാലടിപ്പാട് നീ വെക്കണം. കിഴക്ക് ദേശത്തേക്ക് 11 അടി നടക്കണം പോലും. ആ 11 അടി നടക്കുമ്പോഴും ഓരോ കാലടി നീ വെക്കുമ്പോഴും നീ ഇങ്ങനെ പറയണം, യാ ശൈഖ് അബ്ദുൽ ഖാദിർ യാ ജീലാനി എന്നിങ്ങനെ വിളിക്കണം. വിളിച്ചാൽ മാത്രം പോരാ. സുമ്മ തകററിൽ ബൈതൈനി സലാസ മററാത്ത്, താഴെ പറയുന്നവർ 2 വരി ബൈത്തുണ്ട്, പദ്യമുണ്ട്. ആ ബൈത്ത് നീ ആവർത്തിച്ച് 3 വട്ടം ചൊല്ലണം. അയുദ്രീകുനി ളൈമുൻ വഅൻത ദഖീറതി വഉദ്ലമു ഫിദ്ദുനിയാ വഅൻത നസീരി വഅറുൻ അലാ റാഇൽ ഹിമാ വഹുവ ഫിൽ ഹിമാ ഇദാ ളാഅ ഫിൽ ബൈദാ ഖാലു ബഈരി. സങ്കടം പറഞ്ഞുകൊണ്ട് അതാ ശൈഖ് അവറുകളോട് പറയാണ്, അങ്ങ് ഞങ്ങളുടെ സഹായിയായിട്ടുണ്ടായിരിക്കെ ഞാനെന്ത് ഭയപ്പെടാനാ? എനിക്കെന്ത് പേടിയാ? അങ്ങല്ലേ എൻ്റെ സഹായിയായിട്ടുള്ളത്. ഈ ബൈത്ത് 3 വട്ടം ചൊല്ലിയിട്ട് സുമ്മ തഖൂലു, പിന്നെ നീ പറയണം, യാ സയ്യിദി അബ്ദുൽ ഖാദിർ യാ ജീലാനി അദ്രിക്നി വതദാറക്നി. ഓ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരെ, എൻ്റെ കൈപിടിക്കൂ, എന്നിലേക്ക് അണയൂ, എന്നെ സഹായിക്കൂ എന്നും പറഞ്ഞിട്ട് പിന്നെ നീ അല്ലാഹുവിനോട് അതങ്ങ് വിളിച്ചിട്ട് പിന്നെ നീ അള്ളാഹിനോട് നിന്റെ ആവശ്യം പറയണം, ഈ ഗൗസുൽ ആലമിന്റെ മാധ്യസ്ഥം മുഖേന എന്ന് പിന്നെ ശേഷവും പറയുകയാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനെ വിളിച്ചാൽ മറ്റേതിന് തന്നെയാണ് വിളി, ഇതിനെ വിളിച്ചാൽ അതിനെ തന്നെയാണ് വിളി. ആ നിലക്ക് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നേരത്ത് പോലും അതായിരുന്നു കൊണ്ട് വിളിച്ച് അവരോട് ദുആ ചെയ്യാൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്താണെന്ന് പറയുന്ന കക്ഷികളെ,
ആരാണ് സുന്നത്ത് ജമാഅത്ത്? എന്താണ് സുന്നത്ത് ജമാഅത്ത്? അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി. സുന്നത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായമല്ലേ, അവിടുത്തെ ചര്യകളല്ലേ. പിന്നെ പറയുന്ന വൽ ജമാഅത്ത്, അൽ ജമാഅത്ത് സംഘം എന്ന് പറയുന്നത് മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണിറയെ കാണാനും കാത് നിറയെ അവിടുത്തെ ശബ്ദം കേൾക്കാനും അവിടുത്തെ മജ്‌ലിസിൽ പോയി നേരിട്ട് കാണാനും ഇരിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച സ്വഹാബാ കിറാമില്ലേ, ആ മഹത്തുക്കളൊക്കെ അവരൈക്യകണ്ഠേന പഠിപ്പിച്ചിട്ടുള്ള, അവർ ഈ ലോകത്തിന് പകർന്നു തന്നിട്ടുള്ള കാര്യങ്ങളല്ലേ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ആളുകളല്ലേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. ചോദിക്കട്ടെ വിനയത്തോടെ എൻ്റെ ഉമ്മമാർ